മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര നിലപാട് ഇന്നറിയാം. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്റെ ചർച്ചാവേളയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിഷയം പരാമർശിക്കുമെന്നാണ് സൂചനകൾ. ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രം പാർലമെന്റിൽ ആവർത്തിച്ചു. ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം അഥവാ സിവിയർ നേച്ചർ കാറ്റഗറി എന്ന ഗണത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയത്. വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ പെടുത്തണമെന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ച ആവശ്യം. വയനാട് പാക്കേജിനായി 2221 കോടി രൂപയുടെ സഹായമാണ് കേരളം തേടിയത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. Of all the MPs of Kerala, it was our appeal to them that they should consider this very seriously and be more forthcoming with the relief so that these people can rebuild their lives. അമിത്ഷാ ലോക്സഭയിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്റെ ചർച്ചാവേളയിൽ ഇക്കാര്യം വിശദമായി സംസാരിക്കുമെന്നാണ് സൂചന. അതോടെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായൊരു നിലപാട് അറിയാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സഹായധനത്തിൽ തീരുമാനമുണ്ടാകുക മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും. മന്ത്രിതല അന്വേഷണത്തിന് ശേഷമാകും കേന്ദ്രം എത്ര രൂപ നൽകും എന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന്റെ 783 കോടി രൂപയുണ്ട്. 153 കോടി രൂപ കേരളത്തിന് നവംബർ 16-ന് അനുവദിച്ചു. വ്യോമസേന രക്ഷാപ്രവർത്തനത്തിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുമായി ചെലവായ തുകയാണിത്. അതേസമയം ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനായി എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ഇക്കാര്യത്തിൽ കേരളം നിർണായക തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതിനാൽ തന്നെ എല്ലാ വിവരവും ലഭിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, അമൃത TV.